ആർക്കും ഇത് വെറുതെ കിട്ടൂല. വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അത് പ്രേക്ഷകരെ മനസ്സിലാക്കണം. അതാണ് അതില്. അതായത് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ 1 ലക്ഷം ഒക്കെ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ അത് ഫ്ലഡോ അല്ലെങ്കിൽ ടോട്ടൽ ലോസോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആർസി എന്തെങ്കിലും ഒരു രീതിയിൽ അതിനൊരു മൈനസ് ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഗൾഫുകാരോടാണ്. അവരിതൊന്നും അറിയില്ല. നമുക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ. 100% ഗൾഫിൽ ഇരുന്ന് കാണുന്നുണ്ട്, ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊരു വല്ലാത്തൊരു വേവലാതിയാണ്. നാട്ടില് വന്ന് വണ്ടി തെരഞ്ഞ് പിടിച്ചു വരുമ്പോ ഇതിന് പോകാറായി. അപ്പൊ വിശ്വസിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വണ്ടി എടുക്കാന്, അത് വണ്ടി എന്ന് പറയുമ്പോ വണ്ടികൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പൊ പല രീതിയിലും പല കോലത്തിലുള്ള വണ്ടികൾ 3 ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടി തന്നെ ചിലപ്പോ 2, 2.4, 2.10 ഒക്കെ ഇങ്ങനെ കാണും. അപ്പൊ ഈ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷനാണ്. വില കുറച്ചുള്ളത് വാങ്ങേ, വില കുറച്ച് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാര് പിന്നെ വണ്ടി അത് അത്ര നന്നായിക്കൊള്ളുന്നില്ല. പിന്നെ വണ്ടി എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് വാല്യൂന്റെ മേലേക്ക് കൊടുക്കും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാക്സിമം ഓണർഷിപ്പ് കുറഞ്ഞ വണ്ടി, ടോട്ടലേഴ്സ് ഫ്ലഡ് എന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ കയറൂല 100%. അതിന് നമ്മളിപ്പോ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ഒക്കെ പോയി വണ്ടി എടുക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടി എടുക്കാറുണ്ട്. ഇനിയിപ്പോ അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇത് ഫ്ലഡ് ആണ്, ഫ്ലഡിനുള്ള വില പറഞ്ഞോളി എന്ന് പറഞ്ഞാലും നമ്മൾ ട്രെയിനിന് അല്ല ബസ്സിനൊക്കെ പോയതാണ് ഈ കാര്യം. എങ്ങനെങ്കിലും കുറച്ച് കിട്ടി എടുത്തു കൊണ്ടുവരിക എന്നുള്ള ആ പോളിസി നമ്മൾ ഇതിലില്ല. തിരിച്ച് ബസ് കയറേണ്ടി വന്നാലും ആ വണ്ടി എടുക്കാതെ പോരുക ചെയ്യാം. ഫാൾട്ട് ഉള്ള വണ്ടി ഇപ്പോ 5 ലക്ഷം ചോദിച്ച വണ്ടി 4 അല്ലെങ്കിൽ 3 ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. പക്ഷെ നമ്മൾ അതിന് മെനക്കെടാറില്ല. അധ്വാനം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാലോ അത് ഇവിടെ കൊടുത്തിട്ട് ഈ പ്രേക്ഷകർക്ക് ഈ ജനങ്ങൾക്കല്ലേ കൊടുക്കാനുള്ളത്. കാര്യമില്ല. അത് എന്തായാലും ഒരു റീമാർക്ക് വരും. തീർച്ചയായിട്ടും വണ്ടി കച്ചവടത്തിൽ റീമാർക്ക് വരാൻ പാടില്ല. റീമാർക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി, അത് പിന്നെ വണ്ടിയിലായാലും ഇടപാടിലായാലും ക്വാളിറ്റി കീപ്പ് ചെയ്താൽ ലാഭം കുറയായിരിക്കും. പിന്നെ ബിസിനസ് പിന്നെ നല്ല വണ്ടി കൊടുക്കുക, വോളിയം കൂട്ടുക, അടിയിൽ ഒരു വിശ്വാസം വേണം നമുക്ക്. അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്താ പറയുക, നിങ്ങള് ഒരു യാർഡില് ഇപ്പൊ ഇവിടെ ഞാൻ ഒരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു, അതേ സെയിം വണ്ടി വേറൊരു യാർഡില് മാക്സിമം ഒരു 50,000, 1 ലക്ഷമൊക്കെ വില പൊട്ടിച്ചിട്ട് അവര് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങാൻ നിൽക്കേണ്ട. പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപാധകൾ ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഫുള്ള് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആർക്കും ഇത് വെറുതെ കിട്ടൂല. വില കുറച്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അത് പ്രേക്ഷകരെ മനസ്സിലാക്കണം. അതാണ് അതില്. അതായത് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ 1 ലക്ഷം ഒക്കെ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ അത് ഫ്ലഡോ അല്ലെങ്കിൽ ടോട്ടൽ ലോസോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആർസി എന്തെങ്കിലും ഒരു രീതിയിൽ അതിനൊരു മൈനസ് ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഗൾഫുകാരോടാണ്. അവരിതൊന്നും അറിയില്ല. നമുക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ. അനുഭവം. അതാ പറയുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ മൈനസ് പറഞ്ഞിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇതിന്റെ ഇടയിലും നല്ല നല്ല ആൾക്കാരുണ്ട്. ഈ ടോട്ടൽ ലോസ് വണ്ടികൾ എടുത്ത് വെക്കുന്നവര് കുറഞ്ഞ കാശിന് ചെറിയ മുടക്കിന് വണ്ടി വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ടോട്ടൽ ലോസ് പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് കമന്റ് ഇടണ്ട എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ്. അങ്ങനെയുള്ള ആൾക്ക് പ്രശ്നമില്ലാത്ത ആൾക്ക് പ്രീമിയം വണ്ടി, വലിയൊരു വണ്ടി വേണേനും എന്നാ ചെറിയ കാശിന്റെ മതി, ചെറിയ ഫാൾട്ടൊക്കെ ഉള്ള പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ വരാറുണ്ട്. പക്ഷെ നമ്മളടുത്ത് നമ്മൾ അങ്ങനെ വണ്ടി ചെയ്യണില്ല എന്ന് 1 2 കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് നമ്മൾ ആ വണ്ടി വാങ്ങിച്ചിട്ട് പിന്നെ അത് ഈ സ്ഥാപനത്തിന് ചീത്ത പേരുണ്ടാക്കുന്ന രീതിയിലാണല്ലോ. നമ്മൾ ആ ഇടപാടിനെ തന്നെ നിൽക്കില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞേക്കില്ല. അപ്പോ യാസിർ ഭായി, നമുക്ക് നമ്മളെ ഇവിടെയുള്ള വണ്ടീന്റെ എല്ലാ പോലിയും നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ പറയണ്ടേ, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലി. ലൊക്കേഷൻ ഇത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ, ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ ടോളിന്റെ അവിടെ ബസ് ഇറങ്ങിയാൽ മതി. തിരിച്ചു 1 കിലോമീറ്റർ തിരിച്ചു കഴിഞ്ഞിട്ട് ഓട്ടോ പിടിച്ചു വരണം. അതല്ല നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറന്ന് ഇറങ്ങിയാൽ നേരെ മുന്നിൽ 1 കിലോമീറ്റർ വന്നാൽ നമ്മൾ സ്ഥാപനം എത്തും. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചോ. ബാക്കി എല്ലാ കാര്യങ്ങളും മൂപ്പര് പറഞ്ഞു തരും കേട്ടോ. ലൊക്കേഷന് കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ഏകദേശം ഒരു 30 വണ്ടിയിൽ മേലെ ഉണ്ടാ ഇവിടെ. ഈ ഇതില് 30 ചില്ല വണ്ടി. ഇപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന വണ്ടി 30 മേലുണ്ട്. ഒറ്റ വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ 30 വണ്ടി. അതെ, ഒറ്റ വീഡിയോ ആണ് 30 വണ്ടിയോളം കാണിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേ കേട്ടോ. ഇല്ലെങ്കിൽ സ്കിപ്പാക്കി പോയാലും ഒന്ന് കണ്ട് മറ്റൊന്ന് കണ്ടില്ല, വില കൂടുതൽ, അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഓപ്ഷൻസിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരുന്നത്, ഈ ബേസ് മോഡല്, ടോപ്പ് മോഡലൊക്കെ. അപ്പോ സംസാരിച്ച് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം.
യാസിർ ഭായി, നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗണർ കാണിച്ചു കൊടുക്കല. അതെ, 2020 മോഡല് 1000cc വാഗണർ. ഓക്കെ, 1000cc ആണ്, മൈലേജ് കൂടുതൽ കിട്ടും. എങ്ങനെയാണ് ഓട്ടം കാര്യങ്ങളൊക്കെ? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. ഒരു ടെൻഷനും വേണ്ട, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ അതെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. ഇനി പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 4.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 4.5 ലോണും കൊടുക്കുക. മെക്കാനിക് എന്ത് പാട്? സൂപ്പർ മെക്കാനിക്. ഇന്ത്യൻ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി സെറ്റ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, VXI അല്ലേ ഓപ്ഷൻ? VXI. വേറെ പരിക്കൊന്നുമില്ല കേട്ടോ. വണ്ടി മിയാ കണ്ണിച്ച് മീറ്റ് എടുക്കുക അല്ല? എത്ര കൊടുക്കത്? 4.25 പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക ചെയ്യാം. എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങളെ ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ല? ഓക്കെ, വണ്ടി കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ക്രെട്ട, അതും ഡീസൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ വണ്ടി ഏറ്റവും മോഡൽ ഓപ്ഷൻ കൂടിയ വണ്ടി. ഏതായിരുന്നു ഓപ്ഷൻ അല്ലേ? ഡീസലില് ഓട്ടോമാറ്റിക്. അത് സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഏറ്റവും ടോപ്പ് ഓപ്ഷനിൽ. ഓക്കെ, എന്തൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് ഇതില്? ഇത് പ്രൊജക്ട് ലാമ്പ് വരും, ബാക്ക് വൈഫർ വരും, പിന്നെ CVT ഓട്ടോമാറ്റിക് ആണ്, മിറർ ഫോൾഡിങ്, സീറ്റ് കവർ എല്ലാം വരുന്ന വണ്ടി. ഓക്കെ, CVT ഓട്ടോമാറ്റിക് എല്ലാം ഉള്ളത്. ഓക്കെ, ഓട്ടോ എത്ര പറഞ്ഞിരിക്കുന്നത്? 1,30,000. 1.30 ഓടിയിട്ടുണ്ടല്ലോ. സർവീസ് ഒക്കെ ഉണ്ടോ? പക്ക ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, സീറ്റ് കവർ ചെയ്തിട്ടില്ല, കമ്പനി വന്ന പോലെ തന്നെയാണുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടിമുത്തൊന്നുമില്ല. ഇല്ല. എത്ര കൊടുക്കരുത്? ഇത് 8,10,000 രൂപ കൊടുക്കാം. 8-15 അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. അതെ. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് റയർ അല്ല, അങ്ങനെ കിട്ടൂല. ഓക്കെ, ഓണർഷിപ്പ് കുറഞ്ഞ വണ്ടിയല്ലേ? അതെ. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 2 ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും അല്ലെ? പ്രൊജക്ട് ലാമ്പ് കേട്ടോ, പ്രൊജക്ട് ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്, കമ്പനിയിൽ വരുന്നതല്ല. കമ്പനി അന്ന് ഇറങ്ങിയ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അതെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ നമുക്കൊരു ടാറ്റന്റെ ടിയാഗോ കാണിച്ചു കൊടുത്താലോ? ഇതെങ്ങനെയായിരുന്നു? 2022 മോഡൽ. 22 മാനുവലാ ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. 22 ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, എന്ത് പാട് വണ്ടി? പ്ലസ് ഏറ്റവും ഫുൾ ലോഡ്, എല്ലാം വരുന്ന ഓട്ടോമാറ്റിക്, AC കൺട്രോള് എല്ലാം വരുന്ന എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? അതെ. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടത് 24,000 ഓടിയിട്ടുള്ളൂ. അലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല ഡയമണ്ട് കട്ട് അലോയ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഓണർ സിംഗിൾ അല്ലേ വരുന്നേ? അതെ. ഓക്കെ, ഇത് പുതിയ ഇൻഷുറൻസ് ആട്ടോ. പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിക്കണേ ഓൾറെഡി. ഇന്റീരിയർ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല, തിരക്കുള്ള നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മോഡൽ കൂടിയ വാഹനങ്ങളാണ്, അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടിയൊക്കെ കണ്ണിച്ച് മീറ്റ് എടുക്കട്ടോ. ഇവര് റീപ്ലേസ് അങ്ങനെയുള്ളതൊന്നും എടുക്കില്ല. ഫ്ലഡ്, അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ ഉള്ള വണ്ടികൾ ഇവര്. അതെ. ഇത് ഇത് സൺസർ ഒക്കെ വരുന്നുണ്ടല്ലോ ഇതില്? അതെ. ഓക്കെ, ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ? 5,60,000 ആസ്കിങ്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഒരു 50 ഉണ്ടെങ്കിൽ ഇറക്കാനും പറ്റൂല? ഓക്കെ. ഹാരിസ് ഭായി, ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് വേറെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ഒരു റയർ പീസ്. മാരുതിയില് ZDI ഓട്ടോമാറ്റിക്. അത് ബ്രസല് റയർ ആണ്. അതെ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡലാണ്. 18 വണ്ടി അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, ഒരു ടെൻഷനും വേണ്ട അല്ലേ? സ്റ്റോക്ക് അലോയ് മാറ്റിയിട്ട് അടിപൊളി അലോയ്സ് എക്സ്ട്രാ കയറ്റിയതാണ് കേട്ടോ. അതെ. അടിപൊളി വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. സർവീസ് കറക്റ്റ് പക്കാ സർവീസ് തന്നെ. സർവീസ് ഒക്കെ ഉള്ളൊരു വാഹനം. ഇതൊക്കെ കണ്ണി ചിമ്മിട്ട് എടുക്കല്ലേ? ധൈര്യമായിട്ട് എടുക്കാം. ഒരു കസ്റ്റമറിന് ഇപ്പൊ ഈ വീട് ഇപ്പൊ കേരളത്തിന് പുറത്തുനിന്നൊക്കെ കാണുന്നവർക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ വാഹനമാണ്. 100% നമ്മള് എഗ്രി കൊടുക്കും. ഇവിടെ ഏകദേശം ഒരു 90% വാഹനങ്ങളും നിങ്ങൾക്ക് കാണാതെ തന്നെ അഡ്വാൻസ് ആക്കാം. അത്രയ്ക്ക് പക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല എൻക്വയറി ആണ്. അപ്പോ ഇത് ഒന്ന് റേറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ്? 9,10,000. 9.10 അല്ലേ? ഓക്കെ, നെഗോഷ്യബിൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും അല്ലേ? മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇതൊരു 2 ലക്ഷം രൂപ മതിയാവും അല്ലേ? ഓക്കെ. പെട്രോൾ അടിച്ചടിച്ച് മുടിഞ്ഞു പോയ ആളുകൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം അല്ല? EV-യിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഓട്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതെ,
ഈ വിറ്റാറ്റന്റെ നെക്സോണ് അതെ അതെ ഒരു കറുത്ത മുത്ത് ഓക്കെ കമ്പനി നെയിം ഡാർക്ക് എഡിഷൻ ആണ് ഓക്കെ 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 വീട്ടില് സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല തന്നെ ഓക്കെ ഇത് എത്ര മോഡലായിരുന്നു 2023 മോഡൽ ഓട്ടോ എത്ര ഉണ്ട് സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് ആണ് 90 അല്ലേ ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല ഈ എല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ എല്ലാം ഓട്ടോമാറ്റിക് തന്നെ വരുന്നത് അല്ലേ ഓക്കെ 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 വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ഇത് കമ്പനി വാറണ്ടി ഒക്കെ വാറണ്ടി ഉള്ളതാണ് ബാറ്ററി പുതിയത് കമ്പനി വാറണ്ടിയിൽ മാറ്റി തന്നതാണ് ഓട്ടം കൂടി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബാറ്ററി ലൈഫ് ഉണ്ടാവും 5 വർഷം എന്തായാലും ഇത് റേഞ്ച് എങ്ങനെ വരുന്നത് ഒരു 450 ഒറ്റ ചാർജ് 450 എഡിഷൻ ആണ് ഒറ്റ ചാർജിൽ 450 ഒക്കെ വരും തന്നെ എന്തായാലും 400 കിട്ടും തന്നെ ഓ നല്ല ഹൈ ആയല്ലോ അല്ലേ അതെ 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 ഓക്കെ ഇത് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 9.5 9.4 റേഞ്ചിലൊക്കെ കൊടുക്കാം തന്നെ ഓക്കെ മാക്സിമം ലോണും ചെയ്യാം അതെ അതെ ഓക്കെ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ ഫുള്ള് നോക്കാം നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അല്ല ഇത് മാക്സിമം ലോൺ കയറും തോന്നുന്നുണ്ട് 17 ലക്ഷത്തോളം പുതിയതിന്റെ റേറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ ബാണം വിളിച്ചോ ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് നല്ലൊരു കിതുമത്തിന്റെ ഒരു 7 സീറ്റ് വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതും ജനപ്രിയ വണ്ടി അല്ല മാരുതിന്റെ എർട്ടിഗ ഒരു ജനപ്രിയ വണ്ടിയാണ് മാരുതി എർട്ടിഗ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം അതിന് കാരണം ഒന്നാമത്തത് 7 സീറ്റിൽ നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ട് പിന്നെ പാർട്സുകൾക്കൊക്കെ വില കുറവ് പിന്നെ മെയിൻ്റെനൻസ് കുറവ് ഓക്കെ മൈലേജ് കൂടുതൽ അതെല്ലാം ബേസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് മാരുതിയുടെ എർട്ടിഗ മോഡൽ എത്രയായിരുന്നു 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടി 2013 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം അല്ല 1 ലക്ഷത്തി ചില്ലാനും കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് VDI അല്ല ഓക്കെ വണ്ടി ഓട്ടോ എത്ര 1 ലക്ഷത്തി ചില്ലാണ് 1 ചില്ലറ ഓടിയിട്ടുണ്ട് വേറെ തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല അല്ലെ ഇല്ല ഇന്റീരിയർ ഭാഗത്ത് നല്ല BMW സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സെറ്റ് പിന്നെ സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണല്ലോ എങ്ങനായിരുന്നു വില 4,30,000 430 അതെ അതെ ഓക്കെ 2013 വണ്ടി അതും കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഇഞ്ചിൻ ഇവിടെ മാരുതിന്റെ സെലേറിയോ കാണിച്ചു കൊടുക്കല്ലേ അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വാഹനം കൂടിയാണ് അല്ലെ 2014 മോഡൽ 14 വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ഏതാ CVT അല്ല AMT ആണ് അല്ലെ ഓക്കെ 2014 വണ്ടി എത്ര ഓട്ടോ ഉണ്ട് ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് ഒക്കെ ഉണ്ടാവോ സർവീസ് ഒക്കെ ഉള്ളത് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലെ ഇടികുത്തൊന്നും ഇല്ലല്ലോ ഇല്ല ഡോർ ഹാൻഡിൽ മാറാൻ കൊടുത്തിട്ടുണ്ട് ഏതായിരുന്നു അതാ ഡോർ ഹാൻഡിൽ അത് ഇല്ല അതൊക്കെ ചില്ലറ പ്രശ്നങ്ങളാണ് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ വേറെ മേജർ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കമ്പനി സെറ്റ് കാര്യങ്ങള് ഇത് എങ്ങനെയായിരുന്നു ഇത് 3,15,000 രൂപയ്ക്ക് കൊടുക്കാം ഒരു മാനുവലിന്റെ റേറ്റിന് നമുക്ക് 3,15 കൊടുക്കുക അല്ലെ ഇത് ഓപ്ഷൻ വരുന്നത് VXI ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓട്ടോമാറ്റിക് തന്നെ കാണിച്ചു കൊടുക്കല്ലേ ഇത് ആൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ 2016 സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് 16 വണ്ടി ഇത് ഓപ്ഷൻ വരുന്നത് ഏതാ ഇത് VXI ഓട്ടോമാറ്റിക് വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഉണ്ടോ ഇല്ല ഓട്ടോ എത്ര ഉണ്ട് 60,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിനല്ലേ വേറെ ഇടിയും കുത്തൊന്നുമില്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ല ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് പിന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടും കളറാണ് അതെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സെറ്റ് AC പവർ സ്റ്റിയറിംഗ് ഇത് 4 ഡോറാ 2 ഡോറാ പവർ വിൻഡോ 2 വരുള്ളൂ അല്ലെ ഇത് എങ്ങനെയാണ് ആസ്കേനെ ഇത് നമുക്ക് 3,25,000 രൂപ കൊടുക്കും 3,25 കൊടുക്കാം മാക്സിമം എത്ര പൈസ ഇറക്കുക ഒരു 25,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ കഴിയും മതിയാവും അല്ലെ ഓക്കെ ഇവിടെ ഒരു ഹൂണ്ടൈന്റെ ഐറ്റം ഗ്രാൻഡ് സിംഗിൾ ഓണർ വണ്ടി ഗ്രാൻഡ് ഐറ്റം അല്ലേ ഇത് ഇതെങ്ങനെയായിരുന്നു 2018 മോഡല് മാഗ്ന എക്സിക്യൂട്ടീവ് മാഗ്ന 18 വണ്ടി അല്ലേ ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ മാനുവൽ പെട്രോൾ മാനുവൽ നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ഓട്ടം ഉണ്ട് ഇത് ഓട്ടം 52,000 കിലോമീറ്റർ ആകെ 52,000 ഓടിയിട്ടുള്ളൂ സർവീസ് ഒക്കെ ഉണ്ടാവും അല്ലെ റീപ്ലേസ് ഉണ്ടോ ഇത് ഇല്ല റീപ്ലേസ് ഇല്ല ഇടിയും കുത്തൊന്നും ഇല്ല ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് അല്ലേ മെക്കാനിക് ഒക്കെ എങ്ങനെ അടിപൊളിയല്ലേ അതെ മിയ ഓക്കെ ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സെറ്റ് കാര്യങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ലേ എത്ര കൊടുക്കുക ഇത് 3,50,000 പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം
380 കൊടുക്കല്ലേ. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 10-30 രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ കഴിയും. മതിയാവും അല്ലേ? ഓക്കെ. യാസിർ ഭായി, നല്ല ഖിദ്മത്തിന്റെ വണ്ടിയല്ലോ ഇത്. അതെ അതെ. ഇത് ഏതായിരുന്നു മാരുതിന്റെ? 2018 മോഡൽ സെലാരിയ VXi ഓട്ടോമാറ്റിക്. VXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. സൂപ്പർ കളറ്, നോ ടച്ചപ്പ്. അതെ അതെ, കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇത് CVT AMT അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട് ഇത്? ഇത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഓട്ടോ എത്ര പറഞ്ഞു നിങ്ങള്? 60. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി വണ്ടി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. കാണാൻ നല്ല ബർക്കത്തുണ്ട് വണ്ടി. ഇന്റീരിയർ ഭാഗത്തൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയായിരുന്നു സീറ്റ് കാര്യങ്ങളെല്ലാം? നല്ല ഖിദ്മത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ ഇതില് വരുന്നതല്ല? അതെ അതെ അതെ. അല്ല, കമ്പനി എക്സ്ട്രാ ആഡ് ചെയ്ത. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. എത്ര കൊടുക്കാം ബ്രോ ഇത്? 4,30,000. 4,30,000 കൊടുക്കാം. മോഡൽ എത്ര പറഞ്ഞേ? 2018 മോഡൽ. 18 വണ്ടി അല്ലേ? എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇതൊരു 30,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയൂല്ലേ? ഓക്കെ. നല്ലൊരു കിണ്ണം പോലത്തെ ഒരു ഇന്നോവ കാർ, അതും ഒറിജിനൽ കേരള വണ്ടിയാണ്. ആകെ എത്ര ഓടിയിട്ടുള്ള? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. ഇതിൽ എന്തെങ്കിലും മൈനസ് പറയണ്ട? ഇല്ല, ഒരു മൈനസും പറയാണ്ടാവില്ല. ഉണ്ടാവില്ല അല്ലേ? നല്ല കിണ്ണം കാച്ചിയ വണ്ടി. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുത്താലേ. 2015 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർ. യോക്കോമന്റെ 4 ടയർ പുത്തൻ, 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയും. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. നല്ല ബിസ്ക്കറ്റ് പോലത്തെ ഫാൻസി നമ്പർ അല്ലേ? അടിപൊളി വണ്ടി. ഓക്കെ. നമ്മളെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. ഒറ്റ ആള് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരേ ഒരാള് യൂസ് ആക്കിയ ഒരു വാഹനമാണ്. അടിപൊളി വണ്ടി. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അതെ അതെ. ഈ തിരിച്ചു മറിച്ചൊന്നല്ല. ഇത് ഓടിക്കുമ്പോ തന്നെ മനസ്സിലാവൂല ഓട്ടത്തിന്റെ കാര്യങ്ങൾ. ജനങ്ങൾ ഇപ്പോ ബോധവാന്മാരാണ്. അതെ അതെ. മുമ്പത്തെ മാതിരി ഒന്നല്ല. എല്ലാവർക്കും ഇപ്പൊ എല്ലാ സിസ്റ്റം ഉണ്ടെന്ന്, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 4 കരിമ്പുത്തൻ ടയറാണ്. 4 കടുമ്പുത്തൻ ടയർ ഉണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും ഫിറ്റ് അല്ലേ? ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് എത്ര കൊടുക്കാൻ പറ്റൂ? ഇത് 12 ലക്ഷം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. 12.50 കൊടുക്കാൻ കഴിയും അല്ലെ? എത്ര മോഡൽ പറഞ്ഞത്? 2015 വണ്ടി. അതും ഓപ്ഷൻ വരുന്നത് വി ആണ്. G4 അല്ല, വി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നമുക്കൊരു ഇന്നോവ കാർ തന്നെ കാണിച്ചു കൊടുക്കാം. ഇത് റീ വണ്ടിയാണ്. ഓക്കെ. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയത് അല്ലെ? തിരൂരിലൊക്കെ നമ്പർ ആയിക്കണ്. 2015 വി ആണ് ഓപ്ഷൻ. ഓക്കെ. 1,60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? അവിടെ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ ആണ്. എന്തെങ്കിലും വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓ, മെയിൻ ഗ്ലാസ് പോലും മാറാത്തൊരു റീ വണ്ടി അപൂർവമായിട്ട് കാണുന്നതാണ്. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവോ? പക്ക ജെന്യുവൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓട്ടത്തിന്റെ ഹിസ്റ്ററി ഉണ്ടല്ലേ? കാണിച്ചു കൊടുക്കാൻ പറ്റൂല ആരെങ്കിലും വന്നാല്? തീർച്ചയായിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് വണ്ടി. 15 വി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ്. എത്ര കൊടുക്കാൻ പറ്റും ബോസേ? ഇത് നമുക്ക് 9.25 ആസ്ക് ചെയ്യുന്നു. 9.25 നിങ്ങൾ ആസ്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എത്രക്ക്? ലാസ്റ്റ് എന്നല്ല, നിങ്ങൾ അത് നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ കുറച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹ്യുണ്ടായിന്റെ i20 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ബ്രോ എങ്ങനെയാണ് ഇത് മോഡല്? 2021 മോഡല്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. മാഗ്നാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഓട്ടോ എത്ര ഉണ്ട്? ഇത് 37,000 കിലോമീറ്റർ. വെറും 37,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഫുള്ള് സർവീസ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും റീപെയിന്റ്, റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടാവും? ഏതായിരുന്നു? ചെറിയ ടച്ചപ്പ് ഉണ്ടാവും. 21 മോഡലല്ലേ? 4 വർഷമായില്ലേ? ടച്ചപ്പ് ചെറിയ ബമ്പറിലൊക്കെ കയറിയിട്ടുണ്ടാവും അല്ലെ? വേറെ റീപ്ലേസ് മേജർ ഒന്നുമില്ല. ഓക്കെ. വണ്ടി മിയ. ഇന്ത്യയിൽ ഡിക്ക് നല്ല സ്പേസ് ഉണ്ടല്ലോ ഇതിന്റെ അല്ല? നല്ല സ്പേസ് വരുന്ന ഒരു ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്രക്ക് കൊടുക്കാം ബ്രോ? നമുക്ക് 5,40 കൊടുക്കാം. 5,40 കൊടുക്കാം. 2021 വണ്ടി. അത് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചിലപ്പോ 100% ലോൺ കിട്ടുമല്ലേ? ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതും ഈ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ വണ്ടിയല്ല. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ 6 മാസം ആയിട്ടുള്ളൂ അല്ലെ? ഓക്കെ. നല്ല കീതുമത്തിന്റെ കളറാണ് കേട്ടോ വരുന്നത്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്.
നേവി കളർ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാല്? 2025 മോഡല്. 25 മോഡൽ. ഓക്കെ. 3600 കിലോമീറ്റർ ഓട്ടം. എത്ര? 3600. വെറും 3600 ഓടിയിട്ടുള്ളൂ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് സീറ്റ വേരിയന്റ്. ഓക്കെ. അതിന്റെ ബാക്കിൽ കാണിക്കാൻ പറ്റൂല, ഐ കൂടി പോകാൻ പറ്റൂല. ഓക്കെ. നമുക്ക് എന്തായാലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസുള്ള വണ്ടി. ഒരു റീപ്ലേസ് ഇല്ല. ഈ റീപെയിന്റ് കേറിയിട്ടുണ്ടാവോ? ഇല്ല ഒന്നുമില്ല. റീപെയിന്റ് വരെ കേറിയിട്ടില്ല എന്നാ പറയുന്നത്. നല്ല കിരുമത്തിന്റെ വണ്ടി, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലേ? ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്നുണ്ടോ ഇതിൽ? ഇല്ല. ഓക്കെ. എത്ര കൊടുക്കത്? നമ്മള് 8.25 ആസ്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. 25 രജിസ്ട്രേഷൻ മാനുഫാക്ചറിങ് ഉള്ള വണ്ടിയാട്ടോ. ഓക്കെ. ഒരു പ്രശ്നമില്ല. ഇല്ല. നല്ല കിരുമത്തിന്റെ വണ്ടിയല്ലേ? ഇതൊക്കെ എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ മതിയാവും അല്ലെ? ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ ഒരു ഖീദുമത്തിന്റെ മാരുതിന്റെ ബെലോനോ, അതും ഫാൻസി നമ്പർ ആണ് കേട്ടോ വരുന്നത്. 2222. ഇത് പുതിയ വണ്ടിയൊക്കെ ഇറക്കുമ്പോ ഒരു 2 ലക്ഷം റുപ്യ കൊടുക്കണ്ടല്ലോ. അതിന് മേലെ കൊടുക്കേണ്ടി വരും. നമ്പറിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലേലം വിളിച്ചെടുത്തതാണ്. എത്ര കൊടുത്തിക്കണത്? 2 ലക്ഷത്തിന് പുറത്ത് പൈസ അയക്കണെന്ന് പറഞ്ഞത്. ലേലം വിളിച്ചെടുത്തല്ലേ? അതെ. ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2023 മോഡല്. 23 സീറ്റ വേരിയന്റില് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്? ഓട്ടോമാറ്റിക് തന്നെ. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടി. നല്ല അടിപൊളി വണ്ടി. ഒരു മൈനസ് ഇതിൽ പറയാൻ കഴിയില്ല. അത്രയ്ക്കും പക്ക അല്ല? കണ്ണി ചിമ്മിട്ട് അഡ്വാൻസ് ആക്കാം തീർച്ചയായിട്ടും. ഓക്കെ. എത്ര ഓട്ടം പറഞ്ഞത്? 20,000 കിലോമീറ്റർ. വെറും 20,000 കിലോമീറ്റർ ഓടിയ ഒരു ഷോറൂം കണ്ടീഷനുള്ള വെഹിക്കിൾ. അതെ. ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർ. ഓക്കെ. ഇന്ത്യയുടെ ഭാഗത്തുള്ള നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒന്നും പറയണ്ട കേട്ടോ. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനൊക്കെ ഇതിൽ വരുന്നതാണ്, കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടിയുത്തൊന്നുമില്ല അല്ല? എത്ര കൊടുക്കരുത്? ഇത് 8.20 കൊടുക്കാം. 8.20 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. എത്രക്ക്? ഒരു 7,000 റുപ്യ എന്തായാലും ലോണും കിട്ടും. 7,000 റുപ്യ കിട്ടൂല്ലേ? ബാക്കി ഒരു ഈ നാനോ കാറിൽ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്നോളി. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. നല്ല കിണ്ണം കാച്ചിയ വാഹനം. എങ്ങനെയായിരുന്നു ഇത്? 2016 മോഡൽ. 16 വണ്ടി അല്ലെ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ എത്രയുണ്ട്? ഇത് 40,000 കിലോമീറ്റർ. ഇത് ആ ഡിക്ക് വരുന്ന ടൈപ്പാണ്? ഡിക്ക് വരുന്നത്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? 4 പുത്തൻ ടയർ. ഓക്കെ. 4 കടും പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഓണർഷിപ്പ് എത്ര വരുന്നേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടിയും കുത്തൊന്നുമില്ല? ഇല്ല. അടിപൊളിയുണ്ട്. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് 1.95 കൊടുക്കാം. 1.95 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും അല്ലെ? ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു കിണ്ണം പോലത്തെ ഇറ്റിയോസ് ലിവ, മൈലേജില് രാജാവ്, മൈലേജില് കിങ്, അതും ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത 2014 മോഡല് GD ലിവ. ഓക്കെ. GD ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഒറിജിനൽ കേരള വണ്ടി അല്ല? ഓക്കെ. തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. എത്ര കൊടുക്കാൻ പറ്റും ബോസ്? 4,60,000 കൊടുക്കാം. 4,60,000 കൊടുക്കല്ലേ? അതെ. ഓട്ടോ എത്ര ഉണ്ട് ഇതില്? 1,27,000. അത്ര ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. എഞ്ചിനൊക്കെ എന്ത് പാട്? പെർഫെക്റ്റ് ആണോ? പക്കാണ്. ഓക്കെ.